നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും, അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളൊക്കെ നിരന്തരം പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാവും. അതുപോലെ തന്നെ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അതിലൂടെ നമുക്ക് വീഡിയോസ് മോണിറ്റൈസേഷൻ കിട്ടുക, അതുപോലെ തന്നെ ഫേസ്ബുക്കിനെക്കാട്ടി കുറച്ചും കൂടി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഫേസ്ബുക്ക്. ഇതിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോസ് നിരന്തരം അപ്ഡേറ്റ് ചെയ്യാം. മാത്രമല്ല നമ്മൾ ബിസിനസ് ഓണർ ആണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് എത്തിക്കാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ആഡിലൂടെ നമുക്ക് എത്തിക്കാം. ഒരുപാട് പ്രത്യേകതകളാണ് നമ്മൾ ഫേസ്ബുക്കിനുള്ളത്. സോ നമുക്ക് എങ്ങനെ ഫേസ്ബുക്കിൽ നല്ലൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. എന്നതിന് ശേഷം നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഫ്ലാഗ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷൻ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മെനു ബാറിൽ തന്നെ ഒരു 9 ഡോട്ട്സ് കാണാം. ആ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയതായിട്ടുള്ള ന്യൂ പേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എന്താണോ, നിങ്ങൾ ചാനലാണെങ്കിൽ നിങ്ങൾ ആ ചാനലിൻ്റെ പേര് കൊടുക്കുക. ഇതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു പേജ് എന്ത് റിലേറ്റഡ് ആണ്, നമ്മൾ ഫുഡ് റിലേറ്റഡ് ആണെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യുക. എന്നതിന് ശേഷമാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരാൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്തോ നമുക്ക് റാങ്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള കീവേഡ് സെറ്റ് ചെയ്യാം, ഈ കീവേഡും അതുപോലെ തന്നെ എങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതാന്നുള്ളതും അതുപോലെ തന്നെ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന അഡ്വാൻസ് ലെവലിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് സെക്ഷൻ നമ്മൾ കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ നമുക്ക് എങ്ങനെ ഇനി ഡിസ്ക്രിപ്ഷന് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗോ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ സൈസിലാണ് നിങ്ങൾ ലോഗോ വെക്കേണ്ടത്. ഫേസ്ബുക്കിൻ്റെ കവറിൻ്റെ സൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നോക്കി ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ശേഷം നിങ്ങൾക്ക് ഡിസൈനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ക്യാൻവ എന്ന് പറഞ്ഞ ടൂള് പോയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട ഏത് ടെംപ്ലേറ്റ് ആണോ എനിക്ക് വേണ്ടത് ആ ലെവലിലുള്ള നിങ്ങൾക്ക് ഒരു കവർ ഇമേജ് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ ലെവൽ ഡിസൈനർ ആണെങ്കിൽ ക്യാൻവ പോലത്തുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നേരെ ക്യാൻവയിൽ പോവുക. അതിൽ തന്നെ ഒരുപാട് പ്രീസെറ്റ് കവർ ഇമേജ് ആയിക്കോട്ടെ, പ്രൊഫൈൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ആയിക്കോട്ടെ, എന്തൊരു ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. പിന്നീട് വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാമും എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതും മാത്രമല്ല ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരുമിച്ച് എങ്ങനെ പബ്ലിഷ് ചെയ്യാമെന്നുള്ളതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ്. എനിവേ ഫേസ്ബുക്കിൻ്റെ അഡ്വാൻസ് ലെവലായുള്ള കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടുതൽ നല്ല രീതിയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതും എങ്ങനെ അഡ്വർടൈസിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുള്ളതും, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ എങ്ങനെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ പോലത്തുള്ള ഫേസ്ബുക്കിൻ്റെ ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യുക, അതിലൂടെ എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യുക, അതിലൂടെ എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുക. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിനു ശേഷം അടിപൊളിയായിട്ടുള്ള ഒരു പേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റർ ആണ്, നിങ്ങൾ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫെയിം അല്ലെങ്കിൽ ക്രിയേറ്റർ ആയിട്ട് മാറാൻ കഴിയും. എനിവേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.